ഗൈസ്, അപ്പോൾ എൻ്റെ സൺഡേയിലെ ഒരു ഈവനിങ് നോക്കാം. വൈകിട്ട് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ തുണി അലക്കാനായിട്ട് പോയി കേട്ടോ. കാരണം ഒരാഴ്ചത്തെ ഫുള്ള് തുണി ഞാൻ അലക്കാറുള്ളത് സൺഡേ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടെ അലക്കി കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴത്തേക്ക് ആകെ ടയേർഡായിരുന്നു. മാത്രമല്ല രാത്രി ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ചായ ഒക്കെ കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാവുന്ന അങ്ങ് നേരെ ക്യാൻറ്റീനിലേക്ക് പോയി കേട്ടോ. ക്യാൻറ്റീനിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ അവരിനും കൊടുക്കുന്നില്ല, കാരണം ലേറ്റ് ആയല്ലോ, അതുകൊണ്ട് അവരിനെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞേ. അപ്പം ഞങ്ങൾ എല്ലാ വെട്ടത്തെയും കൂട്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഹോർലിക്സ്. അങ്ങനെ ഞങ്ങൾ ഹോർലിക്സും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങി ക്യാൻറ്റീൻ്റെ അകത്തേക്ക് കയറി കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഗൈസ്, എനിക്ക് വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹോർലിക്സ് കുടിക്കാനോ ചായ കുടിക്കാനോ അങ്ങനെയൊന്നും തോന്നത്തില്ല കേട്ടോ. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക്, അതായത് ഹോസ്റ്റലിൽ വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഓരോരോ ശീലങ്ങളാണ്. ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാനും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ തോന്നും കേട്ടോ. നമ്മൾ വീടൊക്കെ മിസ് ചെയ്ത് വന്ന് നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴാണ്, അവിടെ ഇപ്പോൾ പുതിയതായിട്ട് വെച്ചാണ് കേട്ടോ ഈ TV. അവിടെ ഒരു സിനിമയുടെ പ്രമോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നേ. ഇത് ഞങ്ങളുടെ കഫേ ആണ് കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞാണ് ഇത്. അങ്ങനെ TV ഒക്കെ കണ്ട് കുറേ നേരം കഫേയിലൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ മിക്ക വീഡിയോയിലും മിക്കവാറും ഉള്ളവരെല്ലാം വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ചേച്ചി എന്താ പഠിക്കുന്നത്, ചേച്ചി ഏത് കോളേജിലാണ് പഠിക്കുന്നത്, ഏത് കോഴ്സാണ് പഠിക്കുന്നത്, ഏത് നാട്ടിലുണ്ടോ, ഫുഡൊക്കെ ശരിക്കും നല്ലതാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. കാപ്പിയൊക്കെ കുടിച്ച് നേരെ റൂമിലേക്ക് പോയി കേട്ടോ. ഇത് നമ്മൾ റൂമിലേക്ക് പോകുമ്പോൾ ഉള്ള വഴിയാണേ. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അങ്ങനെ ഗൈസ്, റൂമൊക്കെ തുറന്ന് പതുക്കെ അകത്തേക്ക് കയറി കേട്ടോ. അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും നല്ല കൊതുകുതിരിയുടെ മണമായിരുന്നു. കാരണം ഞാൻ കൊതുകുതിരി കത്തിച്ച് വെച്ചിട്ടായിരുന്നു കേട്ടോ പോയത്. രാത്രിയാകുമ്പോൾ നല്ല കൊതുകാണ്. അത് മാത്രമല്ല ഇന്ന് ഫാൻ അടിച്ച് പോയിട്ടുണ്ട്, നാളെ രാവിലെ ശരിയാക്കി തരത്തുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്ന്. രാത്രി ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എടുത്ത് കഴിക്കാറാണ് പതിവ്. ചപ്പാത്തിയുടെ കൂടെ ചിക്കനും കറിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചുരുട്ടിയാണ് കേട്ടോ കഴിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കാപ്പി കുടിക്കാനായിട്ട് തോന്നും. അപ്പോഴാണ് കേസ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്, പഞ്ചസാര ഇല്ലെന്നുള്ള സത്യം. പിന്നെ അപ്പുറത്തെ റൂമിൽ പോയി പഞ്ചസാരയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പതുക്കെ ചായയൊക്കെ ഉണ്ടാക്കി. ഞങ്ങളാണെങ്കിൽ സാധാരണ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴാണ് കേട്ടോ സാധനമൊക്കെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ പഞ്ചസാര, തേയില അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് കൊണ്ടുവരാറുള്ളത്. ഇനിയിപ്പോൾ ഓണത്തിന് ലീവ് കിട്ടി നാട്ടിൽ പോയിട്ട് വന്നാലേ എല്ലാം വാങ്ങിയിട്ടൊക്കെ വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാതെ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങി സാധനമൊക്കെ വാങ്ങി തിരിച്ചു വരുന്നതൊക്കെ അങ്ങനെ ഞങ്ങൾ പോവാറില്ല. അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചായ ആറ്റുവാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര പേടി, കാരണം എൻ്റെ ദേഹത്ത് വീഴുമോ എന്നുള്ള പേടിയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ആറ്റി ഇപ്പോൾ അതൊക്കെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ സൺഡേ ഈവനിങ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഗൈസ്, ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.